എല്ലാ ഒത്തുചേരലും വേർപാടിലാണ് അവസാനിക്കുന്നത് എന്നാണ് അറിവുള്ളവർ പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരു കാര്യവും അതുതന്നെയാണ്. ഏത് ഒത്തുചേരലും വേർപിരിയലിലാണ് അവസാനിക്കുന്നത്. സംയോഗോ വിപ്രയോഗാന്ത എന്നാണ് ഋഷി പറഞ്ഞിട്ടുള്ളത്. എല്ലാ ഒത്തുചേരലും വേർപിരിയലിലാണ് അവസാനിക്കുന്നത്. അത് ഒരു പ്രകൃതിയുടെ നിയാമക നിയമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തത്വവുമാണ്. ആ തത്വം അങ്ങനെ സംഭവിക്കും എന്നറിയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ദുഃഖിച്ചിട്ടോ വിലപിച്ചിട്ടോ ഒന്നും കാര്യമില്ല. നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത് പോലെ ആ വേർപിരിയലിന് വിധേയനായ വ്യക്തി ജീവിച്ചിരുന്ന കാലഘട്ടം എങ്ങനെ സുരഭിലമായിരുന്നു എന്ന് അന്വേഷിക്കുകയും കണ്ടെത്തുകയും അദ്ദേഹം അവശേഷിപ്പിച്ചു പോയ നന്മ നമ്മുടെ സമൂഹത്തിനും വ്യക്തികൾക്കും പകർന്നു കൊടുക്കുക എന്നുള്ള ഒരു കടമയാണ്, കർത്തവ്യമാണ് നമുക്കുള്ളത്. ഇപ്പൊ കൃതികളെ കുറിച്ച് പറയുമ്പോൾ യശപ്രാർത്ഥികളുണ്ട്, കീർത്തിക്ക് വേണ്ടി എഴുതുന്നവരുണ്ട്, അർത്ഥത്തിന് വേണ്ടി ധനത്തിന് വേണ്ടി എഴുതുന്നവരുണ്ട്, കേവലമായ ചർച്ചയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് അതിന് അന്തരാത്മാവ് കണ്ടെത്തി സഹൃദയ മനസ്സിലേക്ക് അതിനെ പ്രകാശിപ്പിക്കുവാൻ ചെയ്യുന്ന പ്രവർത്തനമുണ്ട്. ഒപ്പം മനോഹരമായ ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് മനുഷ്യ മനസ്സിനെ നന്മയിലേക്ക് നയിക്കുവാൻ കഴിയുന്ന പ്രബോധനാത്മകമായ കൃതികളുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മുഖങ്ങളിലൂടെയാണ് ആളുകൾ ഈ സാഹിത്യ രംഗത്ത് വ്യാപരിക്കുന്നത്. എല്ലാ ദർശനങ്ങളും എല്ലാ വേദങ്ങളും വഴികാട്ടുന്നത് ലോകത്തിന്റെ പരമമായ സത്യത്തിൽ എത്തിച്ചേരുവാനുള്ള വഴിയാണ് നമ്മൾ ഉദ്ബോധിപ്പിക്കുന്നത്. എല്ലാ വേദങ്ങളും നമ്മൾ ഉപദേശിക്കുന്നത് അങ്ങനെയാണ്. പരമമായ സത്യത്തിൽ എത്തിച്ചേരുവാനുള്ള മാർഗദർശികളാണ് ഈ വേദങ്ങൾ. പക്ഷേ ആ മാർഗത്തിലൂടെ നമ്മൾ സഞ്ചരിച്ച് പരമമായ സത്യത്തിന്റെ സാക്ഷാത്കാരം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ പരമമായ സത്യത്തിന്റെ ഒരു ഏകമാത്രമായ സ്ഫുരണമെങ്കിലും ആ സാധകന്റെ അന്ധക്കരണത്തിൽ ഉടലെടുക്കുന്നുവെങ്കിൽ അവന്റെ മുമ്പിൽ രണ്ടെന്ന ഭാവമില്ല, എല്ലാം ഒന്നു തന്നെയാണ്. എല്ലാറ്റിനെയും ഒരുപോലെ തന്നെ കാണുന്ന ഒരു മാനസികമായ അവസ്ഥയുണ്ടാകും. ആ അവസ്ഥയുണ്ടാകുമ്പോൾ ഒന്നിനോടും വിദ്വേഷമോ ഒന്നിനോടും പകയോ ഒന്നിനോടും പ്രത്യേകമായ മമതയോ ഇല്ലാതെ ഒരു നിസ്സംഗത അദ്ദേഹം പുലർത്തും. കാരണം ഇതിന്റെ എല്ലാറ്റിന്റെയും പരമമായ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാം ഇത്ര മാത്രമേ ഉള്ളൂ എന്ന സൂക്ഷ്മാംശത്തിലേക്ക് ആ മനസ്സിറങ്ങി ചെല്ലുമ്പോൾ പിന്നെ അവിടെ മത്സരത്തിനോ പകയ്ക്കോ വിദ്വേഷത്തിനോ ഒന്നും ഒരു ഇടമില്ല. പാശ്ചാത്യ സാഹിത്യ മീമാംസകനായ T.A. Eliot പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ റൈറ്റർ ടു റിക്രിയേറ്റ് ദ പാസ്റ്റ്, റിഫ്ലക്ട് ദ പ്രസന്റ് ആൻഡ് മോൾഡ് ദ ഫ്യൂച്ചർ. അതായത് ഭൂതകാലത്തെ പുനഃസൃഷ്ടിക്കുക, ഭൂതകാലത്തെ പുനഃസൃഷ്ടിക്കുക, വർത്തമാനകാലത്തെ പ്രതിബിംബിപ്പിക്കുക, അതിലൂടെ ഭാവിയെ വാർത്തെടുക്കുക. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ റൈറ്റർ ടു റിക്രിയേറ്റ് ദ പാസ്റ്റ്, റിഫ്ലക്ട് ദ പ്രസന്റ് ആൻഡ് മോൾഡ് ദ ഫ്യൂച്ചർ. പൗരാണികമായതെല്ലാം മോശമെന്ന് പറഞ്ഞ് അഗണ്യ കൊടിയിലേക്ക് തള്ളാതെ അതിൽ നിന്നും കൊള്ളാവുന്ന അംശം നമ്മൾ സ്വീകരിക്കുക. ആ കൊള്ളാവുന്ന അംശം കാലഘട്ടത്തിന്റെ ആവശ്യമനുസരിച്ച് പരിവർത്തിപ്പിച്ച് മനുഷ്യന്റെ നന്മയ്ക്കായി കൊണ്ടുവരിക. അതുപോലെ തന്നെ വർത്തമാനകാലത്തിന്റെ ആവശ്യങ്ങൾ, വർത്തമാനകാലം എന്താണ് ആവശ്യപ്പെടുന്നത് എന്നുള്ള കാര്യം നമ്മൾ പ്രതിബിംബിപ്പിക്കുക. നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ എഴുത്തുകളിലൂടെ, നമ്മുടെ പ്രവൃത്തികളിലൂടെ വർത്തമാനകാലത്തിന്റെ ദ നെസസിറ്റി ഓഫ് ദ പ്രസന്റ് അത് നമ്മൾ ആവിഷ്കരിക്കുക. അതിലൂടെ ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുക. മഹാത്മാഗാന്ധിയുടെ, രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ അന്ത്യോദയമാണ് സർവോദയം എന്ന ലക്ഷ്യമാണ്. മഹാത്മാഗാന്ധിയുടെ ഗ്രാമസ്വരാജ് അന്ത്യോദയമാണ് സർവോദയം. അന്ത്യോദയം എന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന ആളുകളുടെ ഭൗതികവും സാംസ്കാരികവും വൈജ്ഞാനികവുമായ എല്ലാ ഉയർത്തെഴുന്നേൽപ്പിലൂടെ സർവോദയം, എല്ലാവർക്കും ശ്രേഷ്ഠമായ ഒരവസ്ഥ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അടിത്തട്ടിൽ നിന്നും വികസനം ആരംഭിക്കണമെന്നും ആ വികസനത്തിലൂടെ എല്ലാവരും ഒന്നായിത്തീരണമെന്ന ഗാന്ധിയൻ ദർശനത്തിന്റെ പൊരുളാണ് വളരെ പ്രധാനപ്പെട്ട ഒരംശം. മറ്റൊരംശം എന്ന് പറയുന്നത് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു, കൃഷിയെക്കുറിച്ച്, വ്യവസായത്തെക്കുറിച്ച്, മലിനീകരണത്തെക്കുറിച്ച്, എല്ലാറ്റിനെ കുറിച്ചും തന്റെ കൃതിയിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുകയും ആ ബോധത്തിലൂടെ ബോധം സമൂഹത്തിന് പകർന്നു കൊടുത്തുകൊണ്ട് സമൂഹത്തെ ഉദ്ധരിക്കുവാൻ വേണ്ടുന്ന പ്രചോദനം, പ്രോത്സാഹനം അത് സാഹിത്യകാരന്മാർക്കേ കഴിയും.
കവികൾക്കേ കഴിയൂ. പണ്ട് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഭാരതത്തില് എഴുതുന്നത് എന്തായാലും, കഥയായാലും കവിതയായാലും നോവലായാലും സാഹിത്യത്തിന്റെ രൂപമാതൃക എന്തു തന്നെയായാലും എഴുത്തുകാരെ എല്ലാം വിളിച്ചിരുന്നത് കവി എന്നാണ്. കവി എന്ന് പറഞ്ഞാൽ ആ പദത്തിന്റെ അർത്ഥം ശബ്ദിക്കുന്നവൻ എന്നാണ് അർത്ഥം. ശബ്ദിക്കുന്നവൻ, വർണ്ണിക്കുന്നവൻ എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ തിന്മയ്ക്കെതിരെ, ജീർണതയ്ക്കെതിരെ ശബ്ദിച്ച് സമൂഹത്തെ ആകെ തന്നെ പരിവർത്തനപ്പെടുത്തിയെടുക്കുന്ന പരമമായ പ്രക്രിയ. അതുകൊണ്ടാണ് സാഹിത്യ മീമാംസകൻ പറഞ്ഞത്, കവികൾക്ക് ഈ അപാരമായ കാവ്യ സംസാരത്തിൽ കവി മാത്രമാണ് പ്രജാപതി, സൃഷ്ടാവ്. കവിരേവ പ്രജാപതി. കവി സൃഷ്ടിക്കുന്ന കവി ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരുവാൻ കവിക്ക് മാത്രമേ കഴിയൂ. അതുകൊണ്ട് കവിയാണ് ഇവിടെ പ്രജാപതി എന്ന് ആലങ്കാരികന്മാർ സൂചിപ്പിച്ചത് അതുകൊണ്ടാണ്. അപ്പോ ഈ അക്ഷരത്തിന്റെ വെളിച്ചത്തിലൂടെ മനുഷ്യ മനസ്സിൽ അറിവിന്റെ പ്രകാശം കടത്തിവിട്ട് അവനെ ഭൗതികമായും ആന്തരികമായും ഉയർത്തുന്ന പരമമായ ഉത്കൃഷ്ടമായ ഒരു കർമ്മമാണ് എഴുത്തുകാരന്റെ കർമ്മം എന്നുള്ളത്. ആ എഴുത്തുകാരന്റെ കർമ്മത്തില് ചെയ്യുമ്പോൾ ഭൗതികമായുള്ള അസന്തുലിതാവസ്ഥകൾ, നല്ല കാര്യങ്ങൾ, അതിനെല്ലാം കറക്റ്റ് ചെയ്യാനുള്ള രീതികൾ എല്ലാം പറഞ്ഞുകൊണ്ട് മനുഷ്യ മനസ്സിനും സമൂഹത്തിനും ആകെ കൂടി പരിവർത്തനം വരുത്തുന്ന ഏറ്റവും നല്ല ഒരു കർമ്മമാണ് കവി അനുഷ്ഠിക്കുന്നത്. തികച്ചും വ്യക്തിപരമായ ബന്ധത്തെ മാനിച്ചുകൊണ്ട്, വ്യക്തിത്വത്തെ അംഗീകരിച്ചുകൊണ്ട് വേണം നമ്മൾ ഓരോരുത്തരോടും പെരുമാറാൻ. ഇന്നത്തെ കാലത്തില്ലാത്ത ഒരു സംഭവം അത് തന്നെയാണ്. നമ്മുടെ ദർശനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ രാജകീയ സദസ്സുകളൊക്കെ കൂടുമ്പം ഓരോ വിഷയത്തെക്കുറിച്ചും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഘോരമായ ചർച്ചയ്ക്ക് വിധേയമാകുമ്പോഴും പ്രതിപക്ഷ ബഹുമാനം വെച്ചുകൊണ്ട് തന്നെയാണ് ഓരോ വ്യക്തിയെയും സമീപിക്കുന്നത്. നമ്മുടെ ഭാരതീയ ദർശനം എടുക്കുമ്പോൾ ചാർവാകന്മാര്, നിരീശ്വരവാദികള്, അദ്വൈതികള്, ഈശ്വരവാദികള് കൂടുമ്പോൾ രണ്ടുപേരും രണ്ടിടത്തിരുന്ന് ഭയങ്കരമായ ചർച്ചകൾ നടത്തുമ്പോൾ പരസ്പര ബഹുമാനത്തോടു കൂടി, വിട്ടുവീഴ്ചയോടുകൂടി, പരസ്പര അംഗീകാരത്തോടു കൂടി മാത്രമേ കാര്യങ്ങൾ കണക്ട് ചെയ്യാറുള്ളൂ. അത് അന്തരംഗത്തിൽ വായന കൊണ്ടും സാമൂഹ്യ ബന്ധം കൊണ്ടും അന്തരംഗത്തിൽ ഉയർന്നു വരുന്ന സാംസ്കാരിക തനിമയുടെ ബഹിസ്ഫുരണമാണത്. ആ സാംസ്കാരിക തനിമ അന്തരംഗത്തിൽ ഉദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകമായൊരു ഉദ്ദേശമോ പ്രത്യേകമായ മമതയോ ഒരാളോടും തോന്നുകയില്ല. തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മം ഫലേച്ഛ കൂടാതെ നിർവഹിക്കുന്ന ഒരു കാര്യം. നമ്മൾ ജീവിച്ചിരുന്ന കാലഘട്ടം അനുസ്മരിക്കപ്പെടുമ്പോഴാണ് ഇങ്ങനെ ഒരാൾ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് അനന്തര തലമുറ അറിയുന്നത്. അങ്ങനെ അനന്തര തലമുറ അറിയത്തക്കവണ്ണം അവർക്ക് ആദർശത്തിന്റെ പ്രകാശരേണുക്കൾ പകരത്തക്കവണ്ണമുള്ള ഒരു ജീവിതം നയിച്ചാൽ മനുഷ്യ ജീവിതം സാർത്ഥകമായി, മനുഷ്യ ജീവിതം സഫലമായി. അല്ലാതെ ഉണ്ടും ഉറങ്ങിയും പിന്നെ അർമാദിച്ചും കഴിഞ്ഞ് ജീവിതം പാഴാക്കുന്നത് കൊണ്ട് ഒരു വിലയും ഉണ്ടാകത്തില്ല.